ലക്ഷങ്ങൾ മുടക്കിയ കുടിവെള്ള പദ്ധതി പ്രവർത്തനരഹിതമായതോടെ കുടിവെള്ളമില്ലാതെ കുടുംബങ്ങൾ വലയുന്നു. ഉപ്പുതറ, ലോൺറി, വാണിയപ്പുര കോളനി, ചൊരക്കാമുട്ട, പുതുവൽ, ചാരുകല്ല് പ്രദേശങ്ങളിലെ 27 കുടുംബങ്ങളാണ് കുടിവെള്ള പ്രതിസന്ധി നേരിടുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് തലച്ചുമടായും പണം നൽകിയും കുടിവെള്ളം എത്തിക്കേണ്ട ഗതികേടാണ്. ചൊരക്കാമുട്ട കുടിവെള്ള പദ്ധതി 1.5 വർഷം മുമ്പ് തകരാറിലായതോടെയാണ് നാട്ടുകാർക്ക് വിനയായത്. പഞ്ചായത്ത് കുടിവെള്ളം എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് കളക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും കുടുംബങ്ങൾ പരാതിയും നൽകി. ലക്ഷങ്ങൾ മുടക്കിയ കുടിവെള്ള പദ്ധതി പ്രവർത്തനരഹിതമായിട്ട് 2 വർഷം കഴിഞ്ഞു. ലോൺറി, വാണിയപ്പുര കോളനി, ചെറിക്കാമട്ട, പുതുവൽ, ചാരുകല്ല് പ്രദേശങ്ങളിലെ 27 കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത്. 2 കിലോമീറ്ററോളം ദൂരം മലയിറങ്ങി അടിവാരത്തെ കുളത്തിലെത്തി വേണം ഇവർക്ക് കുടിവെള്ളം കൊണ്ട് വീട്ടിലെത്തിക്കാൻ. തലച്ചുമടായി വെള്ളം എത്തിക്കാൻ കഴിയാത്തവർ 500 ലിറ്റർ വെള്ളത്തിന് 1500 രൂപ നൽകിയാണ് വിലയ്ക്ക് വാങ്ങുന്നത്. ചെറിക്കാമട്ട വാണിയപ്പുരത്തിലെ റോഡാണ് നമ്മുടെ റോഡ്. അവിടെ വെള്ളമില്ലാതെ ആകപ്പാടെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടുമാണ്. 1500 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. 1500 രൂപ വില കൊടുത്ത് വെള്ളം മേടിച്ച ഒരു കുടുംബത്തിൽ എന്തുമാത്രം തരയും. കുഞ്ഞു പിള്ളേരാണ്, പൊടി പിള്ളേരെല്ലാം 2-3 വയസ്സുള്ള പിള്ളേരെ കൊണ്ട് താഴെ പതാലിൽ ചെന്നിട്ടാണ് നമ്മൾ നിലവിൽ കുളിയെല്ലാം കഴിഞ്ഞ് കയറി വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടുമാണ്. കുടിവെള്ളം തുള്ളി പോയി പൈപ്പോ ടാങ്കോ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. ഞങ്ങൾക്ക് നിലവിൽ വെള്ളം 25 ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ ചൊരക്കാമുട്ട കുടിവെള്ള പദ്ധതി 2 വർഷം മുമ്പ് തകരാറിലായതാണ് നാട്ടുകാർക്ക് വിനയായത്. പുതുക്കടിയിലെ കുളത്തിൽ ആവശ്യാനുസരണം വെള്ളമുണ്ട്. എന്നാൽ അടിക്കടി മോട്ടോർ കേടാകുന്നതും വിതരണ പൈപ്പുകൾ തുരുമ്പെടുത്ത് നശിച്ചതുമാണ് പദ്ധതിയിലെ ജലവിതരണത്തിന് തടസ്സം. ഒരു പ്രശ്നം, ഏലക്കാടുകളിൽ അവിടെ ഇവിടെയൊക്കെ ഏലക്കാടുകളിൽ പണി ചെയ്തേച്ച് ഞങ്ങൾ വീട്ടിൽ വരുമ്പം 5 മണിയാകും. ഈ 5 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് താഴെ നിന്ന് ഒരു കാലം വെള്ളം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പറ്റിയല്ല. കാരണം അതുപോലെ കയറ്റം കയറി വേണം വെള്ളം കൊണ്ട് വരാനായിട്ട്. ഈ പൈപ്പുകളിലോ നിലവിലില്ലാത്തടത്തോളം ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം പഞ്ചായത്തിൽ നിന്ന് കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. പലതവണ പരാതി നൽകിയെങ്കിലും തകരാർ പരിഹരിക്കാൻ ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്നാൽ എല്ലാ മാസവും നാട്ടുകാർ 200 രൂപ വൈദ്യുതി ചാർജ് നൽകുന്നുണ്ട്. ഇവിടെ താമസിക്കുന്നവരെല്ലാം കൂലിപ്പണിക്കാരാണ്. പണി കഴിഞ്ഞ് വേണം മലയിറങ്ങി തലച്ചുമടായി വെള്ളം വീട്ടിലെത്തിക്കാൻ. വിലയ്ക്ക് വാങ്ങിച്ച് വെള്ളം എടുക്കാനുള്ള പൈസയും നമ്മുടെ കയ്യിലില്ല. എല്ലാ സ്ഥലത്തും നമുക്ക് പണി കിട്ടത്തില്ല. ചിലർക്ക് പണിയുണ്ട്, ചിലർക്ക് പണിയില്ല. അന്നേരം പൈസ കൊടുത്ത് വെള്ളം മേടിക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പഞ്ചായത്തിന് ഈ സീസണിലെങ്കിലും വെള്ളം വണ്ടിക്ക് അടിച്ചാണെങ്കിലും ഞങ്ങൾ തന്ന് സഹായിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അവധി ദിവസം കിലോമീറ്റർ നടന്ന് പെരിയാറ്റിലെത്തിയാണ് അലക്കുന്നതും കുളിക്കുന്നതും. കുടിവെള്ള പദ്ധതിയുടെ തകരാർ പരിഹരിക്കണമെന്നും അതുവരെ വാഹനത്തിൽ വെള്ളം എത്തിച്ചു തരണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ കളക്ടർക്കും ഉപ്പുതറ പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകി. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.